ഹലോ, എൻ്റെ രാവിലത്തെ ഒരു യുദ്ധം കണ്ടാലോ? ആദ്യം തന്നെ ചായയൊക്കെ കാച്ചി വെച്ചിരിക്കണം കേട്ടോ. എന്നിട്ടാണ് ഈ അപ്പം ചുട്ടാൻ നിൽക്കുന്നത്. ഞങ്ങളവിടെ അപ്പം എന്നാട്ടെ പറയാം. നിങ്ങളവിടെ എന്താ പറയുക പറയട്ടെ. നീർദോശ എന്നൊക്കെ പറയുന്നവരുണ്ട്. എപ്പോഴും ഈ ഒരു അപ്പം തന്നെയായിട്ട് ഉണ്ടാവില്ലേ. പിന്നെ എപ്പോഴേലൊക്കെ ഒന്ന് മാറ്റി പിടിച്ചും. അപ്പോൾ ഒരു ഭാഗത്ത് അപ്പമാവുന്നുണ്ട്, ഒരു ഭാഗത്ത് മീനാവുന്നുണ്ട്, ഒരു ഭാഗത്ത് ചോറുണ്ട്. അപ്പോൾ നമ്മുടെ അപ്പമൊക്കെ ആയിട്ട് അത്രയും അപ്പം ഞാൻ ചുട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ടാണ് പിന്നെ വീഡിയോ എടുത്തേക്കണം. അപ്പോഴത്തേന് നമ്മുടെ അപ്പം കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ചോറിലേക്ക് ഞാനിതാ കർമ്മത്തിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. കറിയായിട്ടോ ഉപ്പേരിയായിട്ടോ തന്നെയാണ്. നമ്മൾ പിന്നെ എന്താണ് ഇപ്പോൾ പണി വെച്ചാൽ അത് നോക്കൂലേ. അപ്പം എൻ്റെ കർമ്മത്തൊക്കെ കടർത്ത് വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്ക് മീൻ മറിച്ചിടാനായിട്ടുണ്ട്. അപ്പോൾ മീനൊക്കെ ഒന്ന് മറിച്ചിട്ട് വെച്ചിട്ടുണ്ട്. അതൊക്കെ ഒന്ന് കഴിഞ്ഞപ്പോൾ തന്നെ ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ഊറ്റി വെച്ചിട്ടുണ്ട്. ഇനി അപ്പത്തേക്കുള്ള കറി ഉണ്ടാക്കുകയാണ് കേട്ടോ. പാർട്സാണ് ഉണ്ടാക്കുന്നത്. ഈ ഒരു ബോക്സ് ഞാൻ ഓൺലൈനിൽ നിന്ന് കണ്ടപ്പോൾ വാങ്ങിച്ചതാണ് കേട്ടോ. നല്ല യൂസ്ഫുള്ളാണ്. നമ്മുടെ ഈ മൂല്യന്മാരെ ചിലവൊക്കെ ഉണ്ടല്ലോ, അതിനാണ് ഭയങ്കര യൂസ്ഫുള്ളാവും. ഇതിങ്ങനെ ചെറിയ ചെറിയ സാസറിലാക്കി വെക്കും മീൻകായും നല്ലത്. ആ ഒരു ഒറ്റതിലാക്കി വെക്കുമ്പോൾ ഫ്രിഡ്ജിന് സ്ഥലം ഉണ്ടാവും, നമുക്കും ബുദ്ധിമുട്ടുണ്ടാവില്ല. അപ്പോൾ അത്രയും നേരത്തെ പാത്രങ്ങൾ ഇവിടെ നിരന്നിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതെല്ലാം വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി സിങ്കൊക്കെ ഒന്ന് കഴുകും കേട്ടോ. നമ്മളെപ്പോൾ പാത്രം കഴുകി കഴിഞ്ഞാലും സിങ്കൊക്കെ ഒന്ന് കഴുകി വെക്കലുണ്ട്. അല്ലെങ്കിൽ പിന്നെ ഒരു സ്മെല്ല് വരും. അപ്പോൾ അതിനെക്കായി നല്ലത് നമ്മൾ അപ്പോൾ തന്നെ ഒക്കെ റെഡിയാക്കി വെക്കുന്നതല്ലേ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ പാർട്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ.